ഒരു ദിവസം ഉമർ ബിനു ഖത്താബ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ മനസ്സു തുറന്നു. തിരുപുത്രി ഫാത്തിമയെ സ്വന്തമാക്കാൻ ഞങ്ങൾക്കെന്താണ് തടസ്സം? ഫാത്തിമയെ നബി എനിക്ക് ഇണയാക്കി തരുമെന്ന് തോന്നുന്നില്ല, അബൂബക്കർ പ്രതികരിച്ചു. നിങ്ങൾക്കല്ലെങ്കിൽ മറ്റാർക്കാണ് ഫാത്തിമയെ ഇണയാക്കി കൊടുക്കുക? നിങ്ങളല്ലേ തിരുദൂതർക്ക് അത്യധികം ആദരണീയർ. പോരാത്തതിന് ഇസ്ലാമിൽ ആദ്യം അംഗത്വമെടുത്തതും താങ്കൾ. ഉമറിൻ്റെ വാക്കുകൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ മനസ്സിൽ മോഹത്തിൻ്റെ മൊട്ടായി വിടർന്നു. അദ്ദേഹം നേരെ ചെന്ന് പുത്രി ആയിഷയെ കണ്ടു. ആയിഷ തിരുദൂതരുടെ വിശ്രാന്തിയും മാനസികോല്ലാസവും നോക്കി, നീ ഫാത്തിമയുടെ കാര്യം സൂചിപ്പിക്കണം. ഞാൻ ഫാത്തിമയെപ്പറ്റി പറഞ്ഞിരുന്നെന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതി, ബാക്കി അള്ളാഹു എളുപ്പമാക്കി തന്നേക്കും. ആയിഷ ഉപ്പയുടെ മനോഗതം റസൂലിനെ ഉണർത്താൻ തീരുമാനിച്ചു. അതിന് തക്കം പാർത്തു കഴിയവേ ഒരവസരം വീണുകിട്ടി. അത് പാഴാക്കാതെ ബീവി സൂചിപ്പിച്ചു. ഉപ്പ ഫാത്തിമയെപ്പറ്റി സംസാരിച്ചിരുന്നു, തങ്ങളോട് സൂചിപ്പിക്കണമെന്നും പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുവാദം വരട്ടെ, ആലോചിക്കാം. തങ്ങളുടെ പ്രതികരണം ഇതായിരുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയിഷ പറഞ്ഞു, ഉപ്പ അങ്ങ് പറഞ്ഞത് റസൂലിനോട് പറയേണ്ടിയിരുന്നില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അബൂബക്കർ ആശ കൈവിട്ടില്ല. മറ്റൊരു സന്ദർഭത്തിൽ നേരിട്ടു തന്നെ വിവാഹം ആലോചിപ്പിക്കാമെന്ന് ഉറപ്പിച്ചു. അവസരം പാർത്തു നടന്നു. ഒത്തുവന്ന ഒരു മുഹൂർത്തത്തിൽ മെല്ലെ പറഞ്ഞു, റസൂലേ, ഞാൻ അങ്ങയുടെ ആത്മസുഹൃത്തും ഇസ്ലാമിൽ ആദ്യം പ്രവേശിച്ചവനുമാണെന്ന കാര്യം അങ്ങേക്കറിവുള്ളതല്ലേ? അതേ അബൂബക്കർ, അറിവുള്ളതാണല്ലോ. ഇപ്പോൾ ഇത് പറയാൻ കാരണം? തങ്ങൾ ചോദിച്ചു. ഫാത്തിമയെ എനിക്ക് അങ്ങ് ഇണയാക്കി തരണം. അബൂബക്കറിൻ്റെ ആവശ്യം കേട്ട തിരുനബി അല്പനേരം മൗനിയായി. മറുത്തൊന്നും പ്രതികരിക്കാതെ അടുത്ത കാര്യത്തിലേക്ക് കടന്നു. അതുകണ്ട് അബൂബക്കറിൻ്റെ ഗൽബ് പിടച്ചു. താൻ അപമര്യാദ കാണിച്ചുവോ എന്ന് അദ്ദേഹം പേടിച്ചു. ഉടൻ ഉമറിനരികിലെത്തി സങ്കടമുണർത്തി. ഉമർ, ഞാൻ ആകെ നശിച്ചിരിക്കുന്നു. എന്ത് പറ്റി അബൂബക്കർ? തിരുനബിയോട് ഞാൻ ഫാത്തിമയെ വിവാഹം ആലോചിച്ചു, പക്ഷേ അവിടുന്ന് ഒന്നും പ്രതികരിക്കാതെ തിരിഞ്ഞു കളഞ്ഞു. അബൂബക്കർ സിദ്ദീഖിൻ്റെ അനുഭവം ഉമറിൻ്റെ മനസ്സിൽ മോഹത്തിൻ്റെ നാമ്പുകൾ മുളപ്പിച്ചു. അവിടുന്ന് ഹഫ്സ ബീവിക്കരികിൽ ചെന്നു പറഞ്ഞു, മോളെ ഹഫ്സ, നിന്നോട് തിരുനബിക്ക് അധികം മോഹം തോന്നുന്ന സന്ദർഭത്തിൽ ഫാത്തിമയിലുള്ള എൻ്റെ താല്പര്യമൊന്ന് സൂചിപ്പിക്കണം. ഒരുപക്ഷെ ബീവിയെ എനിക്ക് അള്ളാഹു സ്വന്തമാക്കി തന്നേക്കും. ഹഫ്സ ബീവി ആയിഷയെപ്പോലെ നല്ല ഒരവസരവും കാത്തിരുന്നു. പിതാവിൻ്റെ പൂതി നബിയോട് അവതരിപ്പിക്കാൻ അനുയോജ്യമായ ഒരു വേളയിൽ മഹദി കാര്യം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ തീരുമാനം വരട്ടെ, ആലോചിക്കാം. പിന്നീട് ഒരവസരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നബിക്കരികിൽ എത്തി. തൊട്ടു ചാരത്തിരുന്ന് ഇങ്ങനെ ഉണർത്തി, തിരുദൂതരെ, ഞാൻ അങ്ങയുടെ സുഹൃത്തും ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒന്നാം നിരക്കാരനുമാണെന്ന് അങ്ങേക്ക് അറിവുള്ളതല്ലേ? ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു വാക്കുകൾ ലഭിക്കാതെ ഉയരുന്നത് കണ്ട് നബി ചോദിച്ചു, എന്താണ് ഉമർ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഫാത്തിമയെ അങ്ങനെക്ക് ഇണയാക്കി തരണം. അവസാനം ഉമർ റളിയല്ലാഹു അൻഹ മോഹം തുറന്നു പറഞ്ഞു. പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പ്രതികരിച്ചില്ല. മുഖം തിരിച്ചു കളയുകയും ചെയ്തു. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അരികിലെത്തിയ ഉമർ പറഞ്ഞു, റസൂൽ ഫാത്തിമയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഉമറും അബൂബക്കറും ഒന്നിച്ച് അലിയെ കാണാമെന്ന് വിചാരിച്ചു. അലിയെ കൊണ്ട് ഫാത്തിമയെ വിവാഹം ആലോചിപ്പിക്കാൻ തീരുമാനിച്ചായിരുന്നു ഇത്. അവർ വഴിയിൽ വെച്ചു തന്നെ അലിയെ കണ്ടു. കണ്ട മാത്രയിൽ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അലി, നിന്റെ പ്രത്യവ്യപുത്രി ഇണയെ തേടുന്നുവത്രേ. താല്പര്യമെങ്കിൽ ചെന്നാലോചിക്കുക. കേട്ട പാതി കേൾക്കാത്ത പാതി അലി റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അടുത്തേക്ക് ഓടി. റസൂലിനോട് കാര്യം അവതരിപ്പിക്കാൻ ഇടനിലക്കാരും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് ഉണർത്തി, തിരുദൂതരെ, ഞാൻ ഫാത്തിമയെ ഇണയാക്കാൻ മോഹിക്കുന്നു. അലിയുടെ വാക്കുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു. സമ്മതഭാവത്തിൽ തലയാട്ടി. അവിടുന്ന് പറഞ്ഞു, നിന്റെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യൂ. നബിയെ, എൻ്റെ പക്കൽ വിലമതിക്കുന്ന ഒരു സാധനമേ ഉള്ളൂ, അതെൻ്റെ അങ്കിയാണ്. ഞാൻ എന്തു ചെയ്യും? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അങ്കി വിറ്റ് 2/3 ഭാഗം പണം കൊണ്ട് സുഗന്ധവും 1/3 ഭാഗം കൊണ്ട് വസ്ത്രങ്ങളും വാങ്ങാൻ കൽപ്പിച്ചു. കൽപ്പന പോലെ അലി അങ്കിയും അല്ലറ ചില്ലറ സാധനങ്ങളും നുള്ളിപ്പെറുക്കി വിറ്റു. അവയ്ക്ക് മൊത്തം 480 ദിർഹം കിട്ടി. അവ തിരുനബി പറഞ്ഞ രീതിയിൽ വിനിയോഗിക്കുകയും ബീവി ഫാത്തിമയെ സ്വന്തമാക്കുകയും ചെയ്തു. ഹിജ്റ 2-ാം കൊല്ലം റമളാൻ മാസത്തിലായിരുന്നു ഈ വിവാഹം. അന്ന് ബീവിക്ക് 15.5 വയസ്സായിരുന്നത്രേ പ്രായം.
21 പറയപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ് 7 മാസം പിന്നിട്ട ശേഷമാണ് യുവമിഥുനങ്ങൾ വീട്ടിൽ കൂടുന്നത്. വീടുകൂടുന്ന ചടങ്ങിന് മുമ്പ് നബി അവർക്കരികിൽ ചെന്നു. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോൾ നബി അതിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് 2 പേരുടെയും ശരീരത്തിൽ കുടഞ്ഞു. തങ്ങൾ തിരിച്ചു പോകാൻ സമയത്ത് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചുവത്രേ, ഞങ്ങളിൽ ആരോടാണ് അങ്ങേക്ക് അധികം പ്രിയം? തിരുദൂതരുടെ പ്രതികരണം രസാവഹമായിരുന്നു. അലി, നിന്നേക്കാൾ എനിക്കിഷ്ടം ഫാത്തിമയോട് തന്നെയാണ്. പക്ഷേ അവളേക്കാൾ എനിക്ക് പ്രിയങ്കരൻ നീയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് റസൂൽ ഫാത്തിമയെ ഇണയാക്കി കൊടുത്തത് അള്ളാഹുവിൻ്റെ പ്രത്യേക ആജ്ഞാപ്രകാരമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ തിരുനബിക്കരികിൽ ഇരിക്കവേ തങ്ങൾക്ക് വഹി അവതരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. അതിൽ നിന്ന് മോചനം കിട്ടിയ ഘട്ടത്തിൽ അവിടുന്ന് എന്നോട് പറഞ്ഞു, അനസ്, ജിബ്രീൽ ഇപ്പോൾ അർശിൻ്റെ അധിപനിൽ നിന്ന് വന്നതെന്തിനാണെന്നറിയോ? ഫാത്തിമയെ അലിക്ക് ഇണയാക്കി കൊടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ. അത് അള്ളാഹുവിൻ്റെ താൽപ്പര്യമാണ്.